മക്കളെ, ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമ്മൾ മിസ് പറഞ്ഞായിരുന്നു നൗൺസിൻ്റെ ടൈപ്സ് ഓഫ് നൗൺസ് നമ്മൾ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ നൗൺ അല്ലേ? നൗൺസ് ആർ നെയിമിങ് വേർഡ്സ് അല്ലേ? എന്തിൻ്റെയും പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. എന്തിൻ്റെ പേരിന് വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. ഒരു പേഴ്സൻ്റെ പേരിനെ, ഒരു പ്ലേസിൻ്റെ പേരിനെ, ഒരു ആനിമലിൻ്റെ പേരിനെ, ഒരു തിങ്ങിൻ്റെ പേരിനെ, എന്തിൻ്റെ പേരിന് വേണമെങ്കിലും നമുക്ക് നൗൺ എന്ന് പറയാം. അപ്പോൾ നൗൺ ഒരുപാട് ടൈപ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 2 ടൈപ്സാണ് നമ്മളിന്ന് പറയുന്നത്. അത് കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. എല്ലാവരും ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് കോമൺ നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ. എന്താ കോമൺ നൗൺ? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ നെയിം കൊടുക്കുകയാണ്. അതായത് ജനറലി നമ്മൾ ഒരു പേഴ്സണും പ്ലേസിനും ആനിമലിനും തിങ്ങിനും ജനറലായിട്ട് നമ്മൾ എങ്ങനെയാണ് അവരെ സംബോധന ചെയ്യുന്നത്. അതായത് ഒരു പേഴ്സണെ നമ്മൾ പേഴ്സൺ എന്നാണ് വ്യക്തി എന്നാണ് സംബോധന ചെയ്യുന്നത് അല്ലേ? ഒരു ആനിമലിനെ മൃഗം എന്ന് സംബോധന ചെയ്യുന്നു. ഒരു പ്ലേസിനെ സ്ഥലം എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നു. ഒരു തിങ്ങിനെ വസ്തു എന്ന് സംബോധന ചെയ്യുന്നു. ആ സമയം പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ആ നൗണിന് നമ്മളൊരു സ്പെഷ്യൽ പേര് കൊടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ പേര് നമ്മൾ ആ അനിമലിനും പേഴ്സണും പ്ലേസിനും തിങ്ങിനൊക്കെ ഒരു പെർട്ടിക്കുലറും ഒരു സ്പെഷ്യലും ആയിട്ടുള്ള പേര് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഓരോ പേരുകളെയാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ നെയിംസ് കൊടുക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ജോക്കർ, അതായത് ഒരു സർക്കസിലെ ജോക്കേഴ്സിനെ എല്ലാവരെയും നമ്മൾ ജോക്കേഴ്സ് എന്നാണ് വിളിക്കുക അല്ലേ? ജോക്കർ നിങ്ങൾ കോമാളികളെ കണ്ടിട്ടില്ലേ? കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ജോക്കേഴ്സിനെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ ഓരോ കോമാളിത്തരമൊക്കെ കാണിക്കുമ്പോൾ അവരെല്ലാവരെയും കോമൺ ആയിട്ട് എന്താ വിളിക്കുക? ജോക്കേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതിലൊരു ജോക്കറിൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ അതിലെ കോമണും പ്രോപ്പറും എങ്ങനെയാണ്? ജോക്കർ എന്നത് കോമണും ആ ജോക്കറിൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ ജോൺ എന്നുള്ളത് പ്രോപ്പർ നൗൺ. സ്പെഷ്യൽ നെയിമായി അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോൺ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു പെർട്ടിക്കുലർ പേര് കൊടുത്തു. പൊതുവേ നമ്മൾ ആ ഗ്രൂപ്പിനെ, ആ സർക്കസിൽ ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കോമാളിത്തരം കാണിക്കുന്ന ജോക്ക് കാണിക്കുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? ജോക്കേഴ്സ് എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ അതിലൊരാളുടെ പേര് ജോൺ എന്നാണ്. പിന്നെ മുംബൈ ഒരു വലിയ സിറ്റിയാണ് അല്ലേ? ഇപ്പോൾ സിറ്റി എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ഒരുപാട് സിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സിറ്റീസിനെ എല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് സിറ്റീസ് അല്ലെങ്കിൽ സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ സിറ്റി, ഒരു സ്പെഷ്യൽ നെയിം എങ്ങനെയാണ്? ഒരു സിറ്റിയുടെ മാത്രം പേരാണ് എന്ത്? മുംബൈ. ദേ ലീവ് ഇൻ മുംബൈ എന്ന് നമുക്ക് പറയാം. കാരണം കോമൺ ആയിട്ട് നമ്മൾ സിറ്റി എന്ന് പറയും. സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണെങ്കിൽ മുംബൈ ഒരു സിറ്റിയാണെന്ന് പറയും. ഇനി ഇറ്റ് ഈസ് ഹിസ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇത് അവൻ്റെ ഡോഗാണ്, പട്ടിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡോഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഡോഗ്സിനും ഡോഗ് എന്ന് കോമൺ ആയിട്ട് പറയും അല്ലേ? ഡോഗ്സ് അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയും. പക്ഷേ ആ ഡോഗിന് നമ്മളൊരു പേര് കൊടുക്കാൻ ചോദിച്ചു. ഇപ്പോൾ വീട്ടിൽ പട്ടിക്കുട്ടികളൊക്കെ ഉള്ളവർ എങ്ങനെയാണ്? പെറ്റ് ഡോഗ്സൊക്കെ ഉള്ളവരൊക്കെ ഓരോ പേരിടൂല്ലേ? അവർക്ക് കിറ്റി, ജൂലി, പ്ലൂട്ടോ അങ്ങനെയൊക്കെ ഓരോ പേരുകൾ ഇടൂ അല്ലേ? അപ്പോൾ ഹിസ് ഡോഗ്സ് നെയിം ഈസ് പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഡോഗ് എന്ന് പറയുന്നത് ഒരു ആനിമലിൻ്റെ കോമൺ നെയിമും ആ ഡോഗിന് നമ്മളൊരു സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണ് എന്ത്? പ്ലൂട്ടോ എന്നുള്ളത്. അപ്പോൾ പ്രോപ്പർ നൗൺ ഈസ് പ്ലൂട്ടോ ആൻഡ് കോമൺ നൗൺ ഈസ് ഡോഗ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇനി തിങ് നമുക്ക് എങ്ങനെയാണ്? ഓരോ വസ്തുക്കളെ നമ്മളിതാക്കും. അപ്പോൾ ഓരോ പേര് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പെൻസിലെല്ലാം കോമൺ പെൻസിൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ പെൻസിലിൻ്റെ ഒരു പേരാണ് അപ്സര എന്നുള്ളത് അല്ലേ? അപ്പോൾ അപ്സര എന്ന് പറയുന്ന പെൻസിലിന് ഒരു സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണ്. നമ്മൾ പെൻസിൽ എന്ന തിങ്ങിന് ഒരു സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണ് അപ്സര പെൻസിലിന്. കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയും? പെൻസിൽ ഒരുപാട് പെൻസിൽസ് ഉണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ നെയിമുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ പെൻസിൽ അല്ലെങ്കിൽ ആ പെൻസിലിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്സര പെൻസിൽ. അതിനൊരു സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ
നിങ്ങൾക്ക് കോമണും പ്രോപ്പറും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം കോമൺ എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ്. ജനറലായിട്ട് പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്സ് ഒക്കെ പറയുമ്പോൾ അതിനൊക്കെ ഓരോരോ പർട്ടിക്കുലറായിട്ട് സ്പെഷ്യലായിട്ട് പ്രോപ്പറായിട്ട് ഓരോ പേരുകൾ കൊടുക്കുമ്പോൾ അതെന്തായി? പ്രോപ്പർ നൗണായി. വളരെ ഈസിയാണ്. നൗൺസിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് കോമൺ നൗണിൻ്റെയും പ്രോപ്പർ നൗണിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്ക്, കുറേ ആനിമൽസിനെ നിങ്ങൾക്ക് കാണാം അല്ലേ? സോ ആനിമൽസ് മിസ് പറഞ്ഞു, കോമൺ എന്ന് പറഞ്ഞാൽ ജനറൽ ഗ്രൂപ്പിനെയാണ് പറയുക. ജനറൽ പേഴ്സൺ, ജനറൽ ആനിമൽ, ജനറൽ തിങ്, ജനറൽ പ്ലേസ്, അങ്ങനെയാണ് പറയാന്ന് പറയും. ഇപ്പോൾ ഇത് അനിമൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഇതിൽ പിന്നെ ലയൺ ഉണ്ട്, ജിറാഫ് ഉണ്ട്, ടൈഗർ ഉണ്ട്, സീബ്രയുണ്ട്, ഡീറുണ്ട്, ബിയറുണ്ട്, മങ്കി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് ആനിമൽസ് എന്നാണ് നമ്മൾ പറയുക. സോ ദിസ് ഈസ് എ കോമൺ നൗൺ. ഹിയർ ലുക്ക്, നമ്മൾ ഒരാളെ മാത്രമാണ് പറയുന്നത്. ബിയർ പ്രോപ്പർ നൗണാണ്. ഒരു ആനിമലിൻ്റെ പേരാണ് ബിയർ എന്നുള്ളത്. ഈ ഗ്രൂപ്പ് ഓഫ് മൃഗങ്ങളെ അല്ലെങ്കിൽ ആനിമലിനെ നമ്മൾ ആനിമൽസ് എന്ന് വിളിക്കുന്നു. അതിലൊരു പെർട്ടിക്കുലർ സ്പെഷ്യൽ നെയിം കൊടുക്കുന്ന ആണ് നമ്മൾ ബിയറിന്. കരടി എന്നൊരു വ്യക്തി സ്പെഷ്യലാണ്, വേറൊരു പേരാണ്. ആനിമൽസ് എന്നതിൽ വേറൊരു പേരാണ് ബിയർ എന്നുള്ളത്. ലുക്ക് ഹിയർ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പൂക്കൾ കാണാം, ഫ്ലവേഴ്സ് അല്ലേ? ഒരുപാട് പൂക്കളുണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് പൂക്കളെ പൂക്കൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയും. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ റോസ് ഉണ്ട് അല്ലേ? സോ അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലവറിന് നമ്മളൊരു പേര് കൊടുത്തിരിക്കുകയാണ്, റോസ് എന്നുള്ളത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ കോമണും പ്രോപ്പറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഗ്രൂപ്പായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് എന്ന് പറയും, പ്രോപ്പറായിട്ട് നമ്മൾ പെർട്ടിക്കുലറായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ റോസ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഇതൊരു വെജിറ്റബിളിൻ്റെ ഗ്രൂപ്പ്സാണ്. വെജിറ്റബിൾസ് ഇവിടെ നമുക്ക് പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബ്രിഞ്ചാളുണ്ട്, അതേപോലെ ബിറ്റർഗാർഡുണ്ട്, പംകിനുണ്ട്, റെഡ് ചില്ലി ഉണ്ട്. എല്ലാ വെജിറ്റബിൾസും നമുക്കിവിടെ കാണാൻ പറ്റും. അത് ക്യാബേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് കോമൺ ആയിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് പറയും? വെജിറ്റബിൾസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒരാളെ സ്പെഷ്യലായിട്ട് നമ്മളൊരു പേര് കൊടുത്തേക്കുന്നതാണ് ടൊമാറ്റോന് എന്താണ്? ടൊമാറ്റോ, അതായത് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മളതിന് ഗ്രൂപ്പായിട്ട് വെജിറ്റബിൾസ് എന്ന് പറയും. അപ്പോൾ ഒറ്റയ്ക്ക് പെർട്ടിക്കുലറായിട്ട് നമ്മൾ പേര് കൊടുത്തത് എന്താണ്? ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോനെ വേർതിരിച്ച് നിർത്തുകയാണ് അവിടെ അല്ലേ? പേര് കൊണ്ടാണ് വേർതിരിച്ച് നിർത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ നെയിം, ഒരു പെർട്ടിക്കുലർ നെയിമും ഇത് ഏത് പച്ചക്കറിയാണ് അല്ലെങ്കിൽ ഇത് ഏത് വെജിറ്റബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്പെഷ്യൽ നെയിം അതിനുള്ളത് കൊണ്ടാണ്. ആ സ്പെഷ്യൽ നെയിമിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുക. അപ്പോൾ ദിസ് ഈസ് ദ പ്രോപ്പർ നൗൺ. ഇത് ബേഡ്സിൻ്റെ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പാരറ്റ് ഉണ്ട്, ഈഗിളുണ്ട്, ഔളുണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്, ഡക്കുണ്ട്, പിന്നെ കിങ്ഫിഷറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബേഡ്സിൻ്റെ ഗ്രൂപ്പിന്, അപ്പോൾ അതായത് കിളികൾ അല്ലെങ്കിൽ പക്ഷികൾ എന്ന ഗ്രൂപ്പിൻ്റെ പേരാണിത്, പക്ഷികൾ എന്നുള്ളത്. അതിൽ നമുക്ക് ഒരാളെ വേർതിരിച്ച് പറയാൻ ദിസ് ഈസ് പാരറ്റ്. പാരറ്റ് എന്നതൊരു സ്പെഷ്യൽ നെയിം, ഒരു ബേർഡിൻ്റെ ഒരു സ്പെഷ്യൽ നെയിമാണ്, പ്രോപ്പർ നൗണാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, കോമൺ നൗൺ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യില്ല. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ. അതേസമയം പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ മിസ്സ് ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതിയപ്പോൾ എഴുതിയത്, ബട്ട് ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. റോങ് ആണിത്. സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ പ്രോപ്പർ ഈസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും നമ്മൾ പ്രോപ്പർ എഴുതുമ്പോൾ ഒരാളുടെ പേരോ ഒരു വെജിറ്റബിളിൻ്റെ പേരോ ഒരു സ്പെഷ്യൽ നെയിംസ് നമ്മൾ എപ്പോൾ എഴുതുമ്പോഴും എങ്ങനെ എഴുതണം? ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് എ capital letter. Okay, hope you have understood the difference between common and proper. Thank you for watching.